10ാം ക്ലാസ് യോഗ്യതയും 2 വീലർ ലൈസൻസുമുണ്ടോ? റിലയൻസ് ജിയോയിൽ റിലയൻസ് ജിയോ ഫൈബർ ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് അവസരം. ഫൈബർ ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് ഒഴിവുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താനൊരുങ്ങി റിലയൻസ് ജിയോ. ഏപ്രിൽ മാസം 15, 16, 17 തീയതികളിലായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെൻറ്റ് നടക്കും. ITI 10ാം ക്ലാസ് യോഗ്യതയും 2 വീലർ ലൈസൻസും ഉള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. തിരുവനന്തപുരം കോൺടാക്റ്റ് നമ്പർ 7012648244, എറണാകുളം 8943950334, തൃശ്ശൂർ 9495957175, കോഴിക്കോട് 9249093982. കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ ജോലി നേടാം. 230 ഒഴിവുകൾ. കേരള സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള ബാങ്കിൽ സ്ഥിരജോലി നേടാൻ സുവർണ അവസരം. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ക്ലർക്ക് ആൻഡ് കാഷ്യർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലുമായിട്ട് 230 ഒഴിവുകളാണ് ഉള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ട ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ക്ലർക്ക് ആൻഡ് കാഷ്യർ പോസ്റ്റിലേക്ക് 230 ഒഴിവുകളാണ്. കാറ്റഗറി നമ്പർ 063/2024, 064/2024. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളൂ. മറ്റ് പിന്നാക്ക സമുദായങ്ങൾ, SC, ST, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് സാധാരണ പ്രായത്തിൽ ഇളവിന് അർഹതയുണ്ട്. ക്വാളിഫിക്കേഷൻ: കൊമേഴ്സിൽ ബിരുദം അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ കലയിൽ ബിരുദാനന്തര ബിരുദം, സഹകരണം പ്രത്യേക വിഷയമായി, അഥവാ അംഗീകൃത സർവകലാശാലയുടെ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ബിരുദം, സഹകരണത്തിലും ബിസിനസ് മാനേജ്മെൻറ്റിലും ഉയർന്ന ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ, കേരളയുടെ ഓപ്പറേറ്റീവ് യൂണിയൻ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ HDC, HDCM അല്ലെങ്കിൽ സബോർഡിനേറ്റ് ജൂനിയർ പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കുക, അഥവാ CBSC കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ബിരുദം. സാലറി ഡീറ്റെയിൽസ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലെ ക്ലർക്ക് ആൻഡ് കാഷ്യർ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 20,280 രൂപ മുതൽ 54,720 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. ശമ്പളത്തിനു പുറമെ കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുമെന്ന് ഓർക്കുക. സെലക്ഷൻ പ്രോസസ്: OMR പരീക്ഷ, ഷോർട്ട് ലിസ്റ്റിംഗ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, വ്യക്തിഗത ഇൻ്റർവ്യൂ. ഹൗ ടു അപ്ലൈ കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തുനിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. 2024 മെയ് 15 അർദ്ധരാത്രി 12 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണമായ യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷിക്കുക. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. PSSC വഴി ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. അതിനായി നോട്ടിഫിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് 063/2024, 064/2024 എന്ന കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്യുക. അതിനുശേഷം അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അപേക്ഷ സമർപ്പിച്ച ശേഷം മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് സന്ദർശിക്കുക. കേരള PSSC വഴി കേരള വാട്ടർ അതോറിറ്റിയിൽ ജോലി ലഭിക്കാൻ അവസരം.
കേരള PSC, കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് 3 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ജോലി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. യോഗ്യത: 1 10ാം ക്ലാസ്, 2 ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ് സിവിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ എഞ്ചിനീയറിംഗിൽ കേരള സർക്കാർ സർട്ടിഫിക്കറ്റ് പരീക്ഷ. പ്രായം 18 തൊട്ട് 36 വയസ്സുവരെ. SC, ST, OBC തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ശമ്പളം 27,200 രൂപ മുതൽ 73,600 രൂപ വരെ. ഉദ്യോഗാർത്ഥികൾ 033/2024 എന്ന കാറ്റഗറി നമ്പർ ഉപയോഗിച്ച് മെയ് 2 മുമ്പായി ഓൺലൈനായി PSSC പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക. വിശദ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക്, അപേക്ഷാ ലിങ്ക് നോക്കുക. ആരോഗ്യ വകുപ്പിലും വിവിധ സർക്കാർ വകുപ്പിലും ജോലി നേടാൻ അവസരം. കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇതിനോടകം രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. വകുപ്പ്: ആരോഗ്യം. ഉദ്യോഗപ്പേര്: ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 1. ശമ്പളം 26,500 രൂപ മുതൽ 60,700 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്. പ്രതിഷ്ഠിത ഒഴിവുകൾ: കാസർഗോഡ് 2. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18 തൊട്ട് 36 വയസ്സുവരെ. ഉദ്യോഗാർത്ഥികൾ 2/1/1988 1/1/2006 2 തീയതികളും ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കും. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടുള്ളതല്ല. പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് വിജ്ഞാപനത്തിലെ പാർട്ട് 2 പൊതുവ്യവസ്ഥകളെ ഖണ്ഡിക 2 കാണുക. യോഗ്യത: സയൻസ് വിഷയങ്ങളിലുള്ള ഹയർ സെക്കൻഡറി +2 വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം സ്റ്റേറ്റ് TB സെൻറ്ററിൽ 6 മാസത്തെ പരിശീലനം നൽകുന്നതുമായിരിക്കും. പരിശീലന കാലയളവ് പ്രൊഫഷനോ ഇൻക്രിമെൻറ്റിനോ കണക്കാക്കുന്നതല്ല. പക്ഷേ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ക്ഷയരോഗ സംബന്ധമായ പരിപാടികളിൽ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറായി 10 വർഷത്തേക്ക് സേവനം ചെയ്തു കൊള്ളാമെന്ന കരാറിൽ ഏർപ്പെടേണ്ടതും ബോണ്ട് സമർപ്പിക്കേണ്ടതുമാണ്. കൂടാതെ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡായി അടിസ്ഥാന ശമ്പളത്തിന് അർഹതയുണ്ട്. പ്രീ സർവീസിലുള്ള ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡിനായി മുൻ തസ്തികകളിൽ ലഭിച്ചിരുന്ന അടിസ്ഥാന ശമ്പളത്തിന് അർഹതയുണ്ട്. 2. വകുപ്പ്: കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്. ഉദ്യോഗപ്പേര്: ഇലക്ട്രീഷ്യൻ. ശമ്പളം 25,000 തൊട്ട് 57,000 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിൽ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 19 വയസ്സ് തൊട്ട് 37. ഉദ്യോഗാർത്ഥികൾ 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കും. യോഗ്യതകൾ: 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ ജയിച്ചിരിക്കണം. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 2 വർഷത്തെ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയായ ശേഷം ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ലഭിച്ച നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 18 മാസത്തെ കോഴ്സും 6 മാസത്തെ ഇംപ്ലാന്റ് ട്രെയിനിങ്ങും പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ്. 3. വകുപ്പ്: വ്യവസായവും വാണിജ്യവും. ഉദ്യോഗപ്പേര്: ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ശമ്പളം 1,53,000 രൂപ വരെ.
ഒഴിവുകളുടെ എണ്ണം പ്രതിഷ്ഠിത ഒഴിവുകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-36. യോഗ്യതകൾ ഏതെങ്കിലും വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം. ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. പരിശീലനം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ നിശ്ചിത പരിശീലനത്തിന് വിധേയരാകേണ്ടതാണ്. 4.5 മാസക്കാലം ദൈർഘ്യമുള്ള പരിശീലനം വ്യവസായ വകുപ്പ് കാലാകാലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന പരിശീലന കേന്ദ്രങ്ങളിൽ വെച്ചായിരിക്കും നടത്തുക. ഈ തസ്തികയിൽ നിയമിക്കപ്പെടുന്നവർ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷം പ്രൊഫഷണൽ ആയിരിക്കും. അപേക്ഷകൾ അയക്കേണ്ട രീതി. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള PSC വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.